ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യോഗട്ടിൻ്റെ ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ യോഗട്ട് കഴിച്ചു. ഈ ഒരു ബോട്ടിൽ കാലിയായി, ഇത് ബാക്കിയായി. അപ്പോൾ ഇത് നമുക്ക് ഒരു വേസ്റ്റാണ്, നമ്മളിത് കളയാൻ വേണ്ടി വെച്ചതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിതൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പിസ്താഷെല്ലാം കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിസ്ത കഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു തോടൊക്കെ ബാക്കിയായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുകയാണ്. ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കുന്നത്. ഞാൻ ഇതുവരെ മുൻപ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് പെട്ടെന്നൊരു ഐഡിയ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അതിന് പറ്റിയ ബോട്ടിലും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുമേലുള്ള പണി എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു മുകളിലത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് ആ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോഴത്തെ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ കാണുന്ന ടൈമിൽ നല്ല കട്ടിയുള്ളൊരു ബോട്ടിലൊക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ സാധാരണ നമ്മുടെ കപ്പ് ഐസ്ക്രീം ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത്രയും കട്ടി മാത്രമേ ഉള്ളൂ. നമുക്കത് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കുറച്ച് കട്ടിയുള്ള ഭാഗം എന്ന് പറയുന്നത് ആ ഒരു ലിഡ് ഇങ്ങനെ ഒട്ടിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു ഭാഗം, അത് മാത്രമാണ്. അതിന് താഴത്തെ ഭാഗങ്ങളൊക്കെ സാധാരണ നമ്മുടെ ഈ ഒരു വളരെ നേരിയതാണ് കേട്ടോ. പിന്നെ അടിയിലുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ. അപ്പം ആ ഒരു ഭാഗം കട്ടിയുള്ളതാണ്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ അടിയിൽ ആ ഭാഗത്ത് ഞാൻ ഇതേപോലെ ചെറിയ രീതിയിൽ ഒരു ഹോൾസ് പോലെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കീറിയിട്ട് കൊടുത്ത് അത് അവിടെ നമുക്ക് ചെറിയൊരു ഹോൾസ് അതിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ആ ഒരു അരിക്ക് വശത്ത് മാത്രമേ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം മുകളിലത്തെ ആ ഒരു വശം ഉണ്ടല്ലോ, അത് നല്ല കട്ടിയുള്ളതായിരുന്നു. അപ്പം തൽക്കാലം ഞാനത് മാറ്റി വെച്ചു. കാരണം നമുക്ക് എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ളതൊക്കെ ഒരുക്കി വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ മാറ്റി വെച്ചു തൽക്കാലം. അതങ്ങനെ തന്നെ വിട്ടു കേട്ടോ. അതിനുശേഷം നമ്മളുടെ എടുത്തിട്ടുള്ളത് ഈ പിസ്താഷെല്ലാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ള വീഡിയോയിൽ. അപ്പോൾ ആ ഒരു പിസ്താഷെല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ പൈനാപ്പിളിൻ്റെ തീമിലുള്ളൊരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പൈനാപ്പിൾ കരിച്ചക്ക. അപ്പോൾ കരിച്ചക്ക എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലത്തെ ആ ഒരു ഗ്രിപ്പ് പോലത്തെ ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതെടുത്തിട്ടുള്ളത്. പിസ്താഷെല്ല് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ലെയറായിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ലെയർ നമ്മൾ കുറച്ച് മുകളിൽ കയറ്റിയിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിയിലത്തെ ലെയർ നമ്മൾ ഓരോന്നിൻ്റെ ആദ്യം ഒട്ടിച്ചതിൻ്റെ നടുക്കായിട്ട് ഈ ഒരു രീതിയിൽ അതിങ്ങനെ ആദ്യം ഒട്ടിച്ചതിൻ്റെ മുകളിൽ പകുതി വരുന്ന രീതിയിൽ ആണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഓരോ ലെയറും കൂടെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് പിൻട്രസ്റ്റ് ആണ് കേട്ടോ. പിൻട്രസ്റ്റ് എന്ന് ഞാൻ കട്ടെടുത്ത ഐഡിയ ആണിത്. ആ ഒരു ഐഡിയ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. ഫസ്റ്റ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പിൻട്രസ്റ്റിൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഗ്ലൂ ഗൺ നമ്മൾ ജസ്റ്റ് അടിയിലും മുകളിലും ആക്കി കൊടുത്തിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. കാരണം അത് മേലെയും അടിയിലും ഇങ്ങനെ ഒട്ടി നിൽക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില ഭാഗങ്ങളൊക്കെ അടിയിലും മുകളിലുമായിട്ട് ഇതേപോലെ ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടിക്കുന്നത് കൂടുതൽ ഞാൻ കാണിക്കുന്നില്ല, കാരണം നമുക്ക് മുഴുവനായിട്ടൊന്നും കാണിച്ചാൽ വീഡിയോ ഭയങ്കര ലാഗായി പോകും. ജസ്റ്റ് ഇങ്ങനെ ഓരോ ലെയർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ ഗൺ തന്നെ മസ്റ്റാണ്. കാരണം ഫെവിക്കോളൊന്നും വെച്ചിട്ട് ഇത് ഒട്ടിക്കാൻ വേണ്ടി നല്ല പാടാണ്. കാരണം പ്ലാസ്റ്റിക്കും പിസ്താഷെല്ലാം ഒട്ടിക്കുന്ന ടൈമിൽ ഗ്ലൂ ഗൺ തന്നെയാണ് ബെസ്റ്റ്. ഫെവിക്കോളൊക്കെ വെച്ചിട്ട് നമ്മൾ ടൈം എടുക്കുകയും ചെയ്യും. ഒട്ടിയാലും അതങ്ങനെ നിൽക്കണമെന്നില്ല, പേപ്പർ ഒട്ടിക്കും പോലെയല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചതുകൊണ്ട് തന്നെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു വലിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു നൂല് പോലെ ഉണ്ടാവുമല്ലോ ഗ്ലൂ ഗണ്ണിൻ്റെ, അതൊക്കെ നമ്മൾ ഇതുപോലെ പറിച്ച് ഇളക്കി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് കളർ കോട്ടിങ് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ഒരു യെല്ലോ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ല, കാരണം പിസ്താഷെല്ലാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഗ്ലാസ്സൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ ആദ്യം വൈറ്റ് ഒരു ബേസ് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് വേണ്ട കളർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് ഞാനൊന്നും കൊടുത്തില്ല കേട്ടോ. ഞാൻ ആദ്യം തന്നെ ആ ഒരു യെല്ലോ കളർ മഞ്ഞ കളർ വെച്ചിട്ട് നന്നായിട്ട് മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാനൊന്നും ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. കാരണം പിസ്താഷെല്ലായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തുള്ളി വെള്ളമെങ്കിലും ഇട്ടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പെയിൻറ്റ് നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ പെയിൻറ്റിങ്ങിന് ഒലിച്ചിറങ്ങുകയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കളറും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒന്നും ഇല്ലാതെയാണ് ഇത് നമ്മൾ പെയിൻറ്റ് വെച്ചിട്ട് തന്നെ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇത് മുഴുവനായിട്ട് പെയിൻറ്റ് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടുക്കിലുണ്ടല്ലോ, അതായത് ചില ഭാഗത്തൊക്കെ ആ ഒരു ബോട്ടിലിൻ്റെ ഭാഗം കാണുന്നുണ്ട്, ആ ഒരു ഭാഗത്തൊക്കെ ഞാൻ ഇങ്ങനെ കുറേശ്ശായിട്ട് പെയിൻറ്റൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ നമ്മൾ ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈ ആയതിനു ശേഷം ഞാൻ ചെയ്തൊരു പണി എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ കളറിൽ കുറച്ച് യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം അത് ചെയ്ത് വന്നപ്പം ഭയങ്കര ഒരു വൃത്തികേടായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മളിങ്ങനെ പൈനാപ്പിളൊക്കെ കാണുന്ന ടൈമിൽ അതിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു രീതിയിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ
ഇങ്ങനെ ഒരു ഇത് കാണാറുണ്ട്. പക്ഷേ ഇതിങ്ങനെ അടിച്ച് വന്നപ്പം എനിക്ക് മുഴുവനായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിനുശേഷം ഞാൻ അതിൻ്റെ മേലെ പിന്നെയും ഒന്ന് ഒരു യെല്ലോ കളർ കോട്ടിങ്ങും കൂടെ കൊടുത്തിട്ട് ചെറിയൊരു രീതിയിൽ ആ ഒരു ഷെയ്ഡ് നിലനിർത്തുന്ന രീതിയിലാണ് ഞാൻ ലാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മളത് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ മുകളിൽ ഒരു കൈത പോലത്തെ ഒരു ഭാഗം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ നിന്നും ഇതേപോലത്തെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഒരു ഇലേൻ്റെ ഷേപ്പിൽ, അതായത് പൈനാപ്പിളിൻ്റെ മേലെ ഉണ്ടായിരുന്ന ആ ഒരു കൈത എന്നാണ് പറയുന്നത് നമ്മൾ, കൈതച്ചക്കൻ്റെ മേലത്തെ കൈത. അപ്പോൾ ആ ഒരു കൈത സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, ഓരോരുത്തർ ഐഡിയക്ക് അനുസരിച്ചിട്ട് എടുക്കാൻ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് വളരെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണെന്നോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും നീളത്തിലുള്ളൊരു പീസാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഇതേപോലെ രണ്ട് ഭാഗത്തും ഇങ്ങനെ കട്ട് ചെയ്ത് കുനുകുനാ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അറ്റം വരെ. അതിനുശേഷം നമ്മൾ ഓരോ കണ്ണിയായിട്ട് ഇതേപോലെ ഒരു കണ്ണി താഴെ ആ ഒരു രീതിയിൽ തന്നെ വെക്കുക. അതിൻ്റെ അപ്പുറത്തെ കണ്ണി നമ്മൾ ഇതേപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഓരോ കണ്ണി ഇടപെട്ടിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്ന ടൈമിൽ നമുക്കൊരു കൈതേൻ്റെയൊക്കെ ഷേപ്പിൽ കുറച്ചൊരു പൊന്തി നിൽക്കുന്ന ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ബാക്കോട്ടേക്ക് ഒന്ന് വളച്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ലീഫും ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ചെയ്യുന്നത്. ഇത് നമ്മളുടെ കുപ്പീൻ്റെ ആ ഒരു ഓപ്പണൊക്കെ വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗത്തിലൊരു പീസാണ്. അതിനെയും ഞാൻ ഇതേപോലെ കുനുകുന ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വളച്ച് മടക്കിയൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഓരോ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈൻ ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതും ഒരു കൈതേൻ്റെ ഷേപ്പിൽ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഇത് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു, നമ്മുടെ പൈനാപ്പിളിൻ്റെ സംഭവം. അപ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ വീണ്ടും അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മുകളിൽ ഹോൾ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് റെഡിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ആ ഒരു ഭാഗം കട്ടിയുള്ളത് കൊണ്ടും പിന്നെ നമുക്കിത് ഈ ഒരു കൈതേൻ്റെ സംഭവങ്ങളൊക്കെ ഇതിനുള്ളിൽ കടത്തി കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ അവിടെ ഹോൾ വേണം. അതുകൊണ്ട് ഞാൻ ഇതുപോലെ എൻ്റെ പഴയൊരു കത്രികയാണിത്, അതായത് നമ്മൾ മൂർച്ചയൊന്നുമില്ലാത്ത സംഭവം ഉണ്ടല്ലോ, ആ ഒരു കത്രികയാണ്. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ലൈറ്റർ ഉണ്ടല്ലോ, ആ ഒരു ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഉരുക്കി അതൊന്ന് നല്ല ചൂടായി വരുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കത് വെച്ചിട്ട് ഇതേപോലെ ഹോൾ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ആ ഒരു കട്ടിയുള്ള ഭാഗമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ കുറച്ച് ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഒരു നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ലീഫ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ വട്ടത്തിലൊന്ന് മടക്കിയിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ അടിയിലും ഗ്ലൂ ഗണ്ണാക്കിയിട്ട് ഇതിന് ഇങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓരോ കൈതയും, അതായത് നമ്മുടെ ഈ ഒരു ലീഫ്, ആ ഒരു ലീഫും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നമ്മൾ ഈ ഒരു നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ കടത്തി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഞാൻ കുറച്ച് ഗ്ലൂ ഗണ്ണും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് അവിടെ സ്റ്റിക്കായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലീഫ് സെറ്റാക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ സാധാരണ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ മറ്റേ കളർ പേപ്പറൊക്കെ ഉണ്ടാവില്ലേ, ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ എൻ്റെ അടുത്ത് ആ ഒരു സമയത്ത് ബോട്ടിൽ കണ്ടപ്പോൾ ഒരു പച്ച ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അത് വെച്ചിട്ട് സെറ്റാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഒരു ഐഡിയ ആയിരുന്നില്ല. എൻ്റെ അടുത്ത് ആദ്യം കളർ പേപ്പർ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിലും വെറുതെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഫ്ലവേഴ്സ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു കൈതേൻ്റെ സംഭവം. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം സെറ്റാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു നമ്മുടെ ആ ഒരു ഇതിനെ കൊണ്ടുള്ള, അതായത് ആ ഒരു കളയാൻ വേണ്ടി വെച്ചിരുന്ന ആ ഒരു മിൽക്കി ബിസ്റ്റിൻ്റെ വെറും ഒരു ബോട്ടിലായിരുന്നു ആ ഒരു യോഗട്ടിൻ്റെ ബോട്ടിൽ. അത് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കൈതച്ചക്ക. പിന്നെ കുറേ പിസ്ത നമ്മൾ കഴിച്ചിട്ട് പിസ്താഷ്യലും നമ്മൾ വെറുതെ കളയാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ അങ്ങനത്തെ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ പിസ്താഷ്യലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. യോഗട്ടിൻ്റെ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, നമ്മൾ ഈ ഒരു ടൈപ്പ് ഐസ്ക്രീമിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ആൾക്കൊത്തി വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.